അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി സൈക്ലിക്കൽ ലോഡിങ്ങിൽ തന്നെ റാൻഡംലി ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ലോഡുകളുണ്ട്. ഇപ്പോൾ വൈബ്രേഷൻസ് ഒക്കെ നമ്മുടെ ഒരു മെഷീൻ ബെഡിനുള്ള വൈബ്രേഷൻസ്, അതുപോലെ തന്നെ വെഹിക്കിൾസിലും മെറ്റാലിക് ബ്രിഡ്ജുകളിൽ വണ്ടിയൊക്കെ പോകുന്നത് ഇതുപോലെ സൈക്ലിക്കലായിട്ടൊന്നുമല്ലല്ലോ. എത്ര ഒരു വണ്ടിയിലുള്ള ലോഡായിരിക്കില്ല മറ്റു വണ്ടിയിലുള്ളത്. അപ്പോൾ സൈക്ലിക്കലി റാൻഡമായിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ റാൻഡം ഫ്ലക്ച്വേഷൻസാണ്. അതാണ് ഇച്ചിരി കൂടി ഡേഞ്ചർ ആയിട്ടുള്ളത്. അത് നമുക്ക് അത്ര എപ്പോഴും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അറിയേണ്ടതായിട്ട് ഇത്രയും കാര്യങ്ങളുള്ള. അപ്പോൾ ഇതിൻ്റെ കുറച്ച് മാഗ്നിറ്റ്യൂഡും കാര്യങ്ങളുണ്ട് ഫാറ്റിക് സ്ട്രെസ്സിൻ്റെ സാധനങ്ങൾ. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ മീൻ സ്ട്രെസ് ഒരു സൈക്ലിക്കൽ ലോഡിങ്ങിനെ നമ്മൾ ആൾട്ടർനേറ്റിങ്ങിൻ്റെ സാധനമാണ് എടുത്തേക്കുന്നത്. അതാണ് ഇച്ചിരി കൂടി ജനറലൈസ്ഡ്. മറ്റേ ഇതിൻ്റെ ആകുമ്പോൾ മീൻ 0 വരുമല്ലോ. നമ്മൾ ആൾട്ടർനേറ്റിങ്ങിൻ്റെ ആണ് നമ്മൾ മേജറായിട്ട് സൈക്ലിക് സ്ട്രെസ് എന്ന് പറയുക. സൈക്ലിക് സ്ട്രെസ് എങ്ങനെയാണ്? 3 തരത്തിലാണ്. ഒന്ന് പീരിയോഡിക്കലി സിമെട്രിക്കൽ അബൌട്ട് 0 സ്ട്രെസ് എന്ന് പറയുന്നത് റിവേഴ്സിങ് സൈക്കിൾ എന്ന് പറയും. ദെൻ ആൾട്ടർനേറ്റിംഗ് സൈക്കിൾ അല്ലെങ്കിൽ പീരിയോഡിക് ആൻഡ് അസിമെട്രിക്കൽ അബൌട്ട് 0 സ്ട്രെസ് വരും. അതായത് 0 മീൻ ആയിരിക്കില്ല. മീൻ ഒരു എക്സാക്ട് മീനിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും ടെൻസൈൽ കൂടുതലായതുകൊണ്ട്, അല്ലെങ്കിൽ കംപ്രസീവ് കൂടുതലാവാം. അത് വേറെ രീതിയിലും വരാം. എങ്ങനെയായാലും കുഴപ്പമില്ല. ഒരു മിനിമം സ്ട്രെസ്, ഒരു മാക്സിമം സ്ട്രെസ്, ഒരു മിനിമം സ്ട്രെസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഒരു മീനും ഉണ്ടാവും. പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് മീൻ ഉണ്ടാവാം. ഇനി ദെൻ റാൻഡംലി ഫ്ലക്ച്വേറ്റിങ്ങിന് നമുക്ക് അങ്ങനെ എടുത്ത് പറയാനൊന്നും പറ്റുന്നില്ല. വേറെ കുറേ പരിപാടികളുണ്ട്, പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. തൽക്കാലം അത് കൊടുക്കട്ടെ. ദെൻ ഫാറ്റിക് സൈക്കിൾ സ്ട്രെസ്സുകളിലെ മേജർ ടെർമിനോളജി എന്ന് പറയുന്നത് സിഗ്മ മീൻ എന്ന് പറയുന്നത് മീൻ സ്ട്രെസ്, ദെൻ റേഞ്ച് ഓഫ് സ്ട്രെസ്, ദെൻ സ്ട്രെസ് മാഗ്നിറ്റ്യൂഡ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇപ്പോൾ മീൻ സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് സൈക്ലിക് സ്ട്രെസ്സിൽ എപ്പോഴും ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഇല്ലെങ്കിൽ പോലും എപ്പോഴും മാക്സിമം വാല്യൂവിനെ, പോസിറ്റീവ് വാല്യൂവിനെ നമ്മൾ സിഗ്മ മാക്സ് എന്ന് പറയും. അതുപോലെ തന്നെ അതിൻ്റെ മീൻ ആക്സിസിൽ നിന്നാണ് കേട്ടോ, സീറോയിൽ നിന്നുള്ള മാക്സിമം വാല്യൂ സിഗ്മ മാക്സ് എന്ന് പറയും. 0യിൽ നിന്നുള്ള മിനിമം വാല്യൂവിനെ നമ്മൾ സിഗ്മ മീൻ എന്ന് പറയും. അപ്പോൾ സിഗ്മ മീൻ അല്ലെങ്കിൽ മീൻ സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ മാക്സ് പ്ലസ് സിഗ്മ മീൻ ഡിവൈഡ് ബൈ 2 ആയിരിക്കും എപ്പോഴും. ഓക്കെ, അത് 0യിൽ നിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി റേഞ്ച് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത്, സ്ട്രെസ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും. എവിടെ മുതൽ എവിടം വരെ പോകാമെന്നുള്ളത്. അതായത് സിഗ്മ മാക്സിൽ നിന്ന് സിഗ്മ മീൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരെ പോകാം, മാക്സിമം റേഞ്ച് ഓഫ് ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത്. ദെൻ സ്ട്രെസ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ മീൻ എന്ന് പറയുന്ന സാധനം, ഇതിൻ്റെ നമ്മുടെ സൈക്ലിക് സ്ട്രെസ്സിൻ്റെ മീനിൽ നിന്ന് മാക്സിമത്തിലേക്കുള്ള മാക്സിമം പോസിബിൾ ആയിട്ടുള്ള വേരിയേഷൻ, മീനിൽ നിന്ന് മാക്സിമം പോസിബിൾ വേരിയേഷനാണ് സ്ട്രെസ് ആംപ്ലിറ്റ്യൂഡ്. അതിനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ സിഗ്മ റേഞ്ച് ഡിവൈഡ് ബൈ 2, മാക്സിമം റേഞ്ച് ഡിവൈഡ് ബൈ 2 ആയിരിക്കും. അല്ലെങ്കിൽ അത് തന്നെ ആയിരിക്കും ഈ എന്താണ് സിഗ്മ മാക്സ് മൈനസ് സിഗ്മ മീൻ ഡിവൈഡ് ബൈ 2 എന്ന് വരുന്നത് അത് തന്നെ ആയിരിക്കും. ഈ സിഗ്മ മാക്സ് മൈനസ് സിഗ്മ മീൻ ഡിവൈഡ് ബൈ 2. ദെൻ ദർ ഈസ് സ്ട്രെസ് റേഷ്യോ എന്ന് പറയുന്നത് മാക്സിമം സ്ട്രെസ് ടു മിനിമം സ്ട്രെസ്സിൻ്റെ റേഷ്യോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫാറ്റിക് സ്ട്രെസ് പഠിക്കാം, ഫാറ്റിക് ടെസ്റ്റിംഗ് പഠിക്കാം. ദെൻ ദർ ഈസ് എൻഡ്യൂറൻസ് ലിമിറ്റ്, പിന്നെ SN കർവ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.